ദൈവം പിറക്കുന്നു മനുഷ്യനായി ബെത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞാനല്ലേ ഇടേണ്ടത്. എന്തെങ്കിലും ഒരു രസമുകുളമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് അതല്ല ആരാധികമാര് ഭർത്താവിന്റെ ആരാധികമാരുടെ രസമുകുളമായ ഫസ്റ്റ് എടുക്കണാണ് ഫസ്റ്റ് ആമ്പാല്, സെക്കൻഡ് എടുക്കുന്ന സെക്കൻഡ് ആമ്പാല്. ശരിക്കും അങ്ങനെയല്ലോ. അല്ല, ഇത്രയ്ക്ക് പാചകത്തിൽ പ്രാവീണ്യമുള്ള ഒരാളെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീട്ടിലൊരു സാധനം എത്തിക്കാറില്ല. ഇവര് വളരുകയാണല്ലോ, ഞാൻ തളരുകയാണല്ലോ എന്നുള്ള ചിന്തയാണ് എനിക്ക്. ഫസ്റ്റ് റാങ്ക് പഠിക്കണം, ഫസ്റ്റ് ആവണം, സെക്കൻഡ് ആവണം, 1005 വരണം, ഇതൊന്നും ഞാൻ പറയാറില്ല. ജയിക്കണം എന്ന് പറയാറുണ്ടോ? അല്ലല്ല, ജയിക്കല്ല, ഒരു ആവറേജ് എബോവിൽ നിൽക്കണം അവർ, അത്രേ ഉള്ളൂ. പക്ഷെ അവരൊന്നും അവരെ കേട്ടിട്ടില്ലല്ലോ. പ്രോമിക്ക് PTA മീറ്റിംഗ് ഇഷ്ടല്ല, പഠിക്കണവരും ഇഷ്ടമല്ല. എനിക്ക് അതിനൊക്കെ വ്യക്തമായ കാരണങ്ങളുണ്ട്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ PTA മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തും. എനിക്ക് ഇഷ്ടമല്ലാത്ത സംഭവമാണിത്. മമ്മൂട്ടി, മോഹൻലാൽ, പ്രോമി, അങ്ങനെ വലിയ വലിയ പ്രതിഭകളുണ്ടല്ലോ, ഇവരൊക്കെ കോമൺ ആയിട്ട് ഇവര് 3 പേരും ആണുങ്ങളാണല്ലോ. ഞാൻ ആകെ പ്രീ ഡിഗ്രിക്ക് പാസ്സായത് ഇന്ത്യക്കാ. അയ്യോ, അപ്പൊ പ്രീ ഡിഗ്രിക്ക് തോറ്റാ? ഫസ്റ്റ് ഇയർ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒന്ന് ചൂട് കയറി കഴിയുമ്പോ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാന്ന്. അപ്പൊ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോ 2ാം പാൽ ഒഴിക്കണം. 2ാം പാലിലാണ് നമ്മളിത് വേവിക്കുന്നത്. 2ാം പാലിൽ കിടന്നുകൊണ്ടാണ് അത് വെന്തുകൊണ്ട്. അതെ. അപ്പൊ ഇനിയിപ്പോ നമ്മള് 2ാം പാൽ ഒഴിക്കാൻ പോവാണ്. പാലേ പാലേ 2ാം പാലേ മണമിത്തിരി മനസ്സിൽ തായോ. നിമിഷകവിയാണല്ലോ അദ്ദേഹം. ഭയങ്കര നിമിഷകവിയാ. ഞാനിങ്ങനെ പാട്ടൊക്കെ പാടി ബൂസ്റ്റ് ചെയ്ത പുള്ളിക്കാരുണ്ട് കുക്ക് ചെയ്യിപ്പിക്കണേ. എന്നും ഇതൊക്കെ കുക്ക് ചെയ്യുമ്പോ ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ. ചേട്ടവിടെ ഇല്ലാത്തപ്പോ പാട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പോകും. അല്ല അതിനല്ലേ അതെ എന്നെ കാണുന്നത്. TV ഇരിക്കണ കണ്ടില്ലേ? ഓ അല്ല, ശരിക്കും ഈ TV അപ്പൊ ആരെ കാണാനാ? പുള്ളിക്കാർക്ക് അതില്ലാണ്ട് പറ്റില്ല. അല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇവരിവിടെ 3 പേരും വന്നിരിക്കുന്നില്ലേ, ഇതേപോലെ ഇവരിവിടെ വന്നിരിക്കുവാണെങ്കിൽ എനിക്ക് ഇവിടെ TVയുടെ ആവശ്യമില്ല. ഇത് നമ്മൾ ഈ ഒറ്റയ്ക്ക് ചില ദിവസങ്ങളിൽ അടുക്കളയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ആ ബോറടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ TV. പക്ഷെ കാണാൻ പറ്റില്ലല്ലോ. എന്താ കാണാൻ പറ്റാത്തെ? അല്ല, നമ്മള് കുക്ക് ചെയ്തോണ്ടിരിക്കുക. ഞാൻ അരിയുമ്പോ അവിടെ നിന്ന് അരിയുമ്പോ നമ്മള് ഇങ്ങനെ കാണും. പിന്നെ സൗണ്ട് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഒന്ന് ഇളക്കുന്നതിന്റെ ഇടയിൽ എനിക്ക് നോക്കാലോ. അങ്ങനെ ഒരു സിനിമ കണ്ട് തീർക്കും ഞാൻ. ഒരു രാവിലത്തെ ഒരു കറി 2 കറി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും. അതായത് നമ്മുടെ ഉച്ചകാലത്തെ ഭക്ഷണമൊക്കെ വെക്കണ സമയത്ത് ഒരു 10 മണി 10:30 11 മണി സമയത്ത് നമ്മൾ അടുക്കളയിൽ കയറുമല്ലോ. ആ ഉച്ചയ്ക്ക് ആ ചോറും കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഒരു സിനിമ അവിടെ വെക്കും. ആ സിനിമ കാണും. ആ സിനിമ കാണുന്നതിന്റെ ഒപ്പം 2-3 കറിയും റെഡിയാവും. അങ്ങനെ കറി വെച്ചോണ്ട് ഈ അടുത്തുകൊണ്ട് സിനിമ ഏതായിരുന്നു ലാസ്റ്റ് കണ്ടതോ? ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് കാണുന്നത് എപ്പോഴും ഒന്നുകിൽ ഹിന്ദി സിനിമയായിരിക്കും, അല്ലെങ്കിൽ തമിഴ് പടങ്ങളായിരിക്കും. കാരണം പ്രോമിയുടെ ഒപ്പം ഞാൻ എല്ലാ മലയാളം പടങ്ങളും ഇരുന്ന് കാണും. പ്രോമിക്ക് ചില ഹിന്ദി പടങ്ങൾ ഇഷ്ടമല്ല. ഞാൻ എല്ലാ പടങ്ങളും, എല്ലാ ടൈപ്പ് പടങ്ങളും കാണുന്ന ആളാണ്. എനിക്ക് റൊമാൻറ്റിക് മൂവീസ് ഇഷ്ടമാണ്, ഫിക്ഷൻ ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. ഹിസ്റ്റോറിക്കൽ മൂവീസ് ഇരുന്ന് കാണുന്നത് അതെനിക്ക് അത്ര താല്പര്യമില്ല. അത് പ്രോമിന്റെ കൂടെ ഇരുന്ന് കാണില്ല എന്തായാലും. അപ്പൊ അങ്ങനത്തെ പടങ്ങളൊക്കെ. ഇത് ഏത് പടം കണ്ടേന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാൻ വന്നിരുമ്പോ അറിയാൻ പറ്റും. ഹിസ്റ്റോറിക്കൽ പടം കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റേ ഉരുളക്കിഴങ്ങൊക്കെ വെട്ടിയിടുന്ന ഇത്രയും ഉണ്ടാവും, വാളിന്റെ അത്രയും. അപ്പൊ ഏറ്റവും നന്നായിട്ട് കറി ഉണ്ടാവുന്നത് എന്ത് ജോണറാണ്? അത് റൊമാൻസ്. റൊമാൻസ് ആണ് പുള്ളിക്കാർക്ക് ഇഷ്ടം. ഏറ്റവും നന്നായിട്ട് കറി ഉണ്ടാവണത് ഏതിലാന്നല്ലേ ചോദിച്ചത്? റൊമാൻറ്റിക് മൂവീസ് ആണെങ്കിൽ കറിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇവിടെ കാണുന്ന ഒരു റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ള റൊമാൻറ്റിക് പടം റിപ്പീറ്റ് ആയിട്ട് കാണാറില്ലല്ലോ. അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഞാൻ കാണാറില്ല. എന്നാലും ഏറ്റവും റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടുള്ള റൊമാൻറ്റിക് പടം ഏതാ? ഞാനോ? मैंने प्यार किया. അതൊരു 10-25 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴല്ല, കല്യാണത്തിനൊക്കെ മുമ്പായിരുന്നു. അതേപോലെ ഹം ദിൽ ദേ ചുകേ സനം അങ്ങനെ ആഗ്രഹിച്ച് കെട്ടിയതാണ് എന്നെ. അങ്ങനെ ആ പ്യാർ കിയത്തെ കീയാണോ? അതെ. ഹം ദിൽ ദേ ചുകേ സനം അതൊക്കെ എന്റെ ഫേവറേറ്റ് മൂവി ലിസ്റ്റിലുള്ളതാണ്. സൽമാൻ ഖാൻ ഫാൻ ആയിരുന്നോ? അങ്ങനെയില്ല. സൽമാൻ ഖാൻ ഫാൻ ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സൽമാൻ ഖാൻ എന്നെ ഇഷ്ടമാണ്. ഫാൻ കില്ലാടി തന്നെ. ശ്വാസം മുട്ടി മരിച്ചു വേണ്ട.
ഞാൻ സൽമാൻ സൽമാൻ ഖാൻ. ആ സൽമാൻ പറഞ്ഞ ഖാൻ സൽമാൻ ഖാൻ എന്ന് പറഞ്ഞ? സൽമാൻ ഖാൻ ആ, okay. അവൻ കൊറേ നോക്കി ആ. പറ്റിയില്ല. പിന്നെ എന്റെ 2 മക്കൾക്കും കൊടുത്തു ആ ആഗ്രഹം. ആ, ശരി. മക്കളുള്ളത് കാണാൻ. അപ്പൊ അവരത് ആക്കി എടുക്കണ്ട. അണ്ടർ കൺസ്ട്രക്ഷൻ. ഈ മക്കളൊക്കെ സിക്സ് പാക്ക് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് എന്തെങ്കിലും കുശുമ്പുണ്ടോന്നാണോ? അല്ല സിക്സ് പാക്ക് ഉണ്ടാക്കാൻ തോന്നിയിട്ടുണ്ടോ? ഞാൻ ഉണ്ടാക്കി കണ്ടിട്ടാണ് അവരുണ്ടാക്കണേ, അല്ലാണ്ട് അവര് കണ്ടിട്ടല്ല. നോട്ട് ദ പോയിന്റ്. പപ്പയുടെ മറ്റേ സിക്സ് പാക്ക് ഉള്ള ഫോട്ടോ ഉണ്ടോ? അല്ല ആ ബനി എടുക്കുന്നവരല്ലേ 6 പാക്കിന്റെ ബനി എടുക്കുന്നു. ഇപ്പൊ ഇട്ട് കാണിക്കാം ഊരിട്ടെ. എടാ, 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 എടാ. ഇത് 18 വയസ്സിന് താഴെയുള്ള പിള്ളേരും കാണുന്ന പോയാ. അല്ല ഈ പണ്ടത്തെ നിങ്ങളുടെ വിവാഹ ആൽബം, പണ്ടത്തെ നിങ്ങളുടെ ഫോട്ടോസ് ഇല്ലേ, അത് കാണുമ്പോ ഇപ്പൊ എന്താ തോന്നാറ്? വേണ്ടായിരുന്നു. അതെ. അല്ല അങ്ങനെ നമ്മൾ വളരുകയാണല്ലോ, നമ്മൾക്ക് അങ്ങനത്തെ ഒരു നമ്മുടെ അടുത്ത് ബോണ്ടിങ്. ഇവര് വളരുകയാണല്ലോ, ഞാൻ തളരുകയാണല്ലോ. ഇവര് 3 പേരും വളരുന്നു, ഞാൻ തളരുന്നു. ദൈവമേ. ഇപ്പൊ ചേച്ചിക്ക് ഇഷ്ടമുള്ള പടങ്ങൾ പറഞ്ഞല്ലോ, അതുപോലെ പ്രോമിച്ചേട്ടന് ഇഷ്ടമുള്ള പടങ്ങൾ ഏതൊക്കെയാണ്? ആ ചോദിക്ക്. അതിൻ്റെ ഒരു ഉത്തരം എനിക്ക് ഇപ്പോഴെങ്കിലും ഒന്ന് കേൾക്കാൻ പറ്റൂലോ. ഞാൻ കുറെ കൊല്ലങ്ങളായി ഇത് ചോദിക്കണു. എനിക്ക് പൊതുവെ കാണാൻ ഇഷ്ടം, എല്ലാ പടവും കാണാറുണ്ട്. കാണാൻ ഇഷ്ടം ഞാൻ മലയാളം പടങ്ങളാണ് മെയിൻ ആയിട്ട് കാണുന്നത്. അത് കഴിഞ്ഞാൽ ഹിന്ദി, അത് കഴിഞ്ഞാൽ തമിഴ്. കാരണം എൻ്റെ ഒരു ഓർഡർ. അപ്പൊ മലയാളം പടം ഉണ്ടെങ്കിൽ ഞാൻ മലയാളം പടം കാണുള്ളൂ. അതല്ല മലയാളം പടം ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഹിന്ദി. ഇതാ ഞാൻ കണ്ട ഹിന്ദി പടങ്ങളുടെ പേര് പറഞ്ഞുതരൂ. ആ എനിക്കറിയില്ല. ഹിന്ദി കാണാൻ മാത്രമേ അറിയുള്ളൂ, പറയാറിയില്ല അല്ലേ? ഞങ്ങളൊക്കെ ഹിന്ദിയില് അത്യാവശ്യം രാഷ്ട്രഭാഷ. ആ ഇന്ത്യ हमारा राष्ट्रभाषा है. അമറയാ? हाँ हमारा राष्ट्रभाषा है हिंदी. അമരനല്ല, ഹമാരാ ഹിന്ദി ഹമാരാ പറഞ്ഞ ഹമാരാ. हम घर में അങ്ങനെയൊക്കെ പറയണം. നമ്മൾ ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് പറഞ്ഞവരെങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞാൽ हम घर में हिंदी में बात करते हैं, कोई प्रॉब्लम नहीं है सर. ओ आप लोग दिन भर हिंदी में बात करते वहाँ हैं? से हैं. कहाँ से? ഹിന്ദി സുഗമ പരീക്ഷയ്ക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു? എനിക്ക് എല്ലാ കൊല്ലവും ഹിന്ദി സുഖ പരീക്ഷയ്ക്ക് 47-48. ഞാൻ ആകെ പ്രീ ഡിഗ്രിക്ക് പാസ്സായത് ഇന്ത്യക്കാ. അയ്യോ അപ്പൊ പ്രീ ഡിഗ്രിക്ക് തോറ്റാ? ഫസ്റ്റ് ഇയർ ഞാൻ വിചാരിച്ചു എന്നെ വഞ്ചിച്ചു. മോനെ ഇതൊക്കെ പപ്പ വെറുതെ പറയണുണ്ട്. ഇത് കണ്ടോണ്ട് നീ അല്ല പ്രീഡിയിലിപ്പോ മൊത്തത്തിൽ തോറ്റില്ലേ? പ്രീഡിയിലിപ്പോ മൊത്തത്തിൽ തോറ്റില്ല അല്ലേ? ഫസ്റ്റ് ഇയർ എത്ര എണ്ണത്തിന് തോറ്റാലും സെക്കൻഡ് ഇയർ അത് ജയിച്ചെടുത്താൽ മതി. അന്ന് അങ്ങനെ എളുപ്പമുണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ പറ്റില്ല. ഇപ്പോഴും ഇല്ല. അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നല്ലോ. ഇപ്പൊ +1 +2 ഒക്കെ ആക്കിയില്ലേ. സ്കൂൾ കാലഘട്ടമൊക്കെ എങ്ങനെയായിരുന്നു? എന്റെ സൂപ്പറായിരുന്നു. ഇതുപോലെ തന്നെ ഒരു ചിൽഗായിരുന്നു ആ സമയത്ത് തന്നെ. ഓ അപ്പൊ ചില്ലിത്തിരി കൂടുതലായിരുന്നു. അതെന്താ? അത് ഞാൻ എന്റെ ഹെഡ് മിസ്ട്രസിനോടും എന്റെ ടീച്ചേഴ്സിനോടൊക്കെ അതെ ചോദിക്കുന്നത്. അതെ. ആ അവിടുത്തെ പ്രിൻസിപ്പളും പ്രൊമിച്ചേട്ടന്റെ പ്രിൻസിപ്പിൾസും തമ്മിൽ ചേർന്ന് പോകാത്തതിന്റെ ഒരു അല്ലേ? ഓരോ പ്രാവശ്യവും യുവതലമുറയ്ക്ക് ഒരു ഊർജം പകർന്നു കൊടുക്കാൻ പറ്റുന്ന ചെറിയ രസമുകുളങ്ങളായ എന്തെങ്കിലും കഥകൾ പറയാറുണ്ടോ? പിള്ളേർ അവരുടെ ഇഷ്ടത്തിന് നന്നായിട്ട് എൻജോയ് ചെയ്യണമെന്ന്, വൃത്തികേട് കാണിക്കാതെ നന്നായിട്ട് എൻജോയ് ചെയ്യണം. അങ്ങനെ എൻജോയ് ചെയ്തൊരു രസമുള്ളൊരു ഇൻസിഡന്റ് ഞാനോ? ആ ഇല്ലേ? പറയില്ല എന്നാണോ അറിയില്ല എന്നാണോ? പറയില്ല, ചെറുക്കന്മാര് ചീത്തയായി പോകും. ആ അതാ പറഞ്ഞ അത്ര രസമുകളില്ലെന്ന് എനിക്ക് തോന്നി. പക്ഷെ പൊതുവിലേ ഇപ്പൊ പെൺപിള്ളേർക്കൊക്കെ ഈ ഒരുപാട് തമാശ പറയുന്ന ആളുകളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഞാൻ തമാശ പറയാറില്ല, ഞാൻ വളരെ സീരിയസ് ആയിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോഴോ? ഒരു കല്യാണം കഴിഞ്ഞോടാണോ സ്വഭാവം? കല്യാണം കഴിഞ്ഞോടുകൂടി എന്റെ എല്ലാം പോയി. എല്ലാ സീരിയസ്നെസ് എല്ലാ സീരിയസും പോയി. പിന്നെ തമാശയിലേക്ക് മാറി ഞാൻ. പിന്നെ എനിക്ക് മനസ്സിലായി ജീവിതം തമാശയാണ്. അങ്ങനെയായിരുന്നോ? ആ എനിക്കറിയില്ല, ഞാൻ കാണുമ്പോഴേ ഇങ്ങനെയാ. ആ സമയത്ത് അങ്ങനെ ആരാധന ഒന്നും ഉണ്ടായിരുന്നില്ലേ ആർക്കും? ആർക്ക്? പ്രോമിയോടോ? ആ ഏത് കല്യാണത്തിന് മുമ്പോ? ആ ഭയങ്കര ആരാധനയായിരുന്നു. ആ ആരാധികം. നാണം പറഞ്ഞുണ്ടോ? അങ്ങനെ ഒരുപാട് ആരാധികമാരുണ്ടായിരുന്നു. ഭയങ്കര ആരാധികമാരായിരുന്നു. ആ എന്തെങ്കിലും ഒരു രസമുകുളമായിട്ടുള്ള ഒരു ഇൻസിഡന്റ്? അതല്ല ആരാധികമാര് ആരാധന ഭർത്താവിന്റെ ആരാധികമാരുടെ രസമുകുളമായ നിമിഷങ്ങൾ ഞാൻ പറയണം. രസമുകുളം എന്ന് പറയുന്നത് അർത്ഥം മാറ്റി ആലോചിക്കല്ലേ? അങ്ങനെ ആരാധന തോന്നി എന്തെങ്കിലും? കോളേജിൽ വെച്ച് സ്റ്റാർ ആയ ഒരു കാര്യം ഞാൻ പറയാം. ഓക്കെ. അപ്പൊ ഐശ്വര്യ റായ് മിസ് വേൾഡ് പട്ടം കിട്ടിയിട്ട് പുള്ളിക്കാരി മംഗലാപുരംകാരിയാണ്. അതെ, മംഗലാപുരത്ത് വന്നിറങ്ങി പുള്ളിക്കാരി. അവിടെ അപ്പൊ എന്റെ മൂത്ത സിസ്റ്ററിന്റെ അവർക്ക് അവിടെയായിരുന്നു ജോലി, ഹസ്ബൻഡിന്. അപ്പൊ പുള്ളിക്കാരി അവിടെ വന്നിറങ്ങിയപ്പോ ഇതേപോലെ ഞാൻ അന്ന് അവിടെ ഉണ്ട്, മംഗലാപുരത്തുണ്ട്. ഞാൻ പയ്യനാണ്, കോളേജ് ടൈമിൽ എന്റെ എന്തോ അവധിക്ക് ഒറ്റ പോയതാണ്. അപ്പോൾ പുള്ളിക്കാരി എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ അവർ എയർപോർട്ടിലൊരു സ്വീകരണമൊക്കെ കൊടുത്തു. അന്ന് അളിയൻ അവിടുത്തെ എന്തോ ഓഫീസറായിട്ടാണ്. അപ്പോൾ പുള്ളിക്ക് അതിൻ്റെ മെയിൻ, അപ്പോൾ
എനിക്ക് അതിൻ്റെ അടുത്ത് ചെന്നിരിക്കാനോ അവരുടെ അടുത്ത് ചെന്നിരിക്കാനും കൈ കൊടുക്കാനോ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തേ. അതൊരു വലിയ സംഭവമായിരുന്നു. ഞാൻ കൊളയെ ഒന്ന് കാണിച്ചപ്പോൾ എല്ലാവർക്കും ഫോട്ടോകൾ ഇപ്പോഴും ഉണ്ടോ? എന്റെ ഫ്രണ്ട്സിന് അത് മനസ്സിലായില്ല, കാര്യം അവർക്ക് അത് ആരാന്ന് അറിയണ്ടായില്ല. ആ ഫോട്ടോ ഇപ്പോഴും ഉണ്ടല്ലോ. അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആ ഫോട്ടോ അത് കണ്ടിട്ടുണ്ട്. വെച്ചിട്ട് ഞാൻ കുറെ സ്കോർ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുമ്പോ, പക്ഷെ പിള്ളേരോടൊക്കെ പറയുമ്പോ ഞാനും പുള്ളിക്കാരിയും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ ക്ലോസ് ആണ്. തള്ളി മറക്കാന്ന് പറയും. മറ്റേ കിലുക്കത്തിൽ ലാലേട്ടന്റെ പോലെ പോയിരുന്നു എന്റെ കൂടെ ഡിന്നറിന്. ഇടയ്ക്കൊക്കെ ഐശ്വര്യയോട് ചോദിക്കാൻ പറയാൻ ചെയ്തോ? പിന്നെ വർത്താനോ പറഞ്ഞു. എന്താ ചോദിച്ചെന്ന് ഓർമ്മയുണ്ടോ? ഫ്രണ്ട്സ് ആണല്ലോ, ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. ഹായ് ബൈ റിലേഷൻസ് ആണ്. ഹായ് ബൈ ആണ് ഞങ്ങൾ. അഭിഷേക് ബച്ചൻ അറിയോ? നിത ഇല്ലാത്തപ്പോ ഇപ്പോഴും വിളിക്കാറുണ്ട്. ഞാൻ ഇല്ലാത്തപ്പോ എങ്ങനെ അറിയണേ? പ്രോമിയാണോ വിളിക്കണേ അതോ പുള്ളിക്കാരത്തിയാണോ വിളിക്കണേ? ഞാൻ വിളിക്കാൻ ശ്രമിക്കാറുണ്ടെന്ന്. ഈ കാര്യം അഭിഷേക് ബച്ചൻ അറിയോ? അതായിരിക്കും കാരണം. 11 ബോഡി ഗാർഡുമാരൊക്കെയാ, ഒരു മായം ഉണ്ടാവില്ല. നിതയ്ക്ക് ഇപ്പൊ സംശയം കൂടും. ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ബോംബെ പോയുള്ളൂ. നല്ല അഭിമാനിക്കാനുള്ള ഒരു വകയല്ലേ ഇതിരിക്കും. എന്താ ഐശ്വര്യ റായുടെ ഫോട്ടോ എടുത്തു എന്ന് പറയണതോ? സമ്മതിച്ചേ. അതെ അതെ. നിതയുടെ ഒരു പ്രകടനം ഈ അഭിനയത്തിലൊക്കെ കാണുമ്പോ എന്താ തോന്നുന്നത്? ഗുഡ്, ഷീ ഈസ് ഡൂയിങ് ഗുഡ്. എത്ര മാർക്ക് കൊടുക്കും? ഭയങ്കര പ്രകടനം. 10 ഞാൻ ഐ വിൽ ഗിവ് 8, 9. 8 ആണോ 9 ആണോ ഉറപ്പിക്കും? 8 in between എടുത്തോ. 8.5. അമ്മയുടെ പ്രകടനത്തിന് എത്ര കൊടുക്കും? അത് തന്നെ 8.5. ഇതിലെ പരിപാടിക്ക് മാർക്കിടായിരിക്കുമ്പോ ഒരു ജഡ്ജ് 8.5 പറഞ്ഞാൽ ബാക്കി എല്ലാരും 8.5. അമ്മ സീരിയൽ അഭിനയിക്കുന്നതാണോ സിനിമയിൽ അഭിനയിക്കുന്നതാണോ പരസ്യത്തിൽ അഭിനയിക്കുന്നതാണോ? ഏതാ? സിനിമയിലാണ്. സീരിയലിലെ അഭിനയത്തിന് വ്യത്യാസമുണ്ട്. സീരിയലിൽ എനിക്ക് തോന്നുന്നു പണ്ട് ജയറാം ഒരു ഇതിൽ പറഞ്ഞില്ലേ, നമ്മുടെ മലയാളത്തിലെ അമ്മേ എന്ന് വിളിച്ചാൽ മതി, തമിഴ്നാട്ടിൽ ചെല്ലുമേ വിളിക്കണമല്ല. സീരിയലിൽ ഇച്ചിരി ഒരു സാധനം കയറ്റിയിടണം എന്ന് എനിക്ക് ഫീൽ ചെയ്താണ്ട്. ഇതൊക്കെ ഞാൻ പറയണ, അതല്ലാണ്ട് ആധികാരികതയൊന്നും അല്ല അതിനകത്ത്. അപ്പൊ സീരിയലിൽ എപ്പോഴും അപ്പൊ ഇതൊക്കെയാണെങ്കിൽ ഈ കയറ്റിയിടുന്ന പരിപാടികൾ പറ്റാറില്ല. പുള്ളിക്കാർ നാച്ചുറൽ ആയിട്ട് അഭിനയിക്കുന്ന ഒരു ഇതാണ് എനിക്ക് തോന്നിയാണത്. ഇതൊക്കെ എന്റെ വിഷൻസ് ആണ് കേട്ടോ. ദൈവത്തോർത്ത് നാളെ എന്നെ ചീത്ത പറയാൻ പറ്റില്ല, പേഴ്സണൽ ഒപ്പീനിയനാണ്. സോ സിനിമയിൽ ചെയ്യണതാണ് കുറച്ചുകൂടി എനിക്ക് പ്രൊഫഷണൽ ആയിട്ട് തോന്നിയിരിക്കുന്നത്. സീരിയലിൽ ഇങ്ങനെ കയറ്റി വെക്കുന്ന ഒരു സ്കീമാണ്. ഈ സിനിമയിൽ ചെയ്തതിൽ ഏറ്റവും കിടിലം എന്റെ പേര് സൂപ്പർ അങ്ങനെ തോന്നിയൊരു മൊമെന്റ് ഏത് പടത്തിലായിരുന്നു? സിനിമയില് മറ്റേ പൃഥ്വിരാജിന്റെ കൂടെ ഒരു കോൾഡ് കേസ്. അത് നിങ്ങൾ എല്ലാവരും കൂടി വീട്ടിലിരുന്നിട്ടാണ് അല്ലെ? അത് OTT റിലീസ് ആയിരുന്നു. അത് വീട്ടിലിരുന്നാ കണ്ടത്. അത് വളരെ അവശ്യ നിരയിൽ ഇന്നാണ് കണ്ടത്. പിന്നെ നിതയുടെ ഫസ്റ്റ് പടം മാറ്റ്നി, അതില് നാച്ചുറലായിട്ട് നന്നായിട്ട് ചെയ്തു. എനിക്ക് അതും ഭയങ്കര ഇഷ്ടമായ ഒരു കഥാപാത്രമാണ് നിതയുടെ. അതിന്റെ ഇടയിൽ മമ്മൂക്കയുടെ കൂടെ 2 പടം ചെയ്തു അല്ലെ? ഒരെണ്ണം പുള്ളിക്കാരൻ സ്റ്റാറാ, പുതിയ നിയമത്തിലുണ്ടായിരുന്നു. പുള്ളിക്കാരൻ സ്റ്റാറാ. നൈസ്. ഈ ഇപ്പൊ നമ്മള് മമ്മൂട്ടി, മോഹൻലാൽ, പ്രോമി അങ്ങനെ വലിയ വലിയ പ്രതിഭകളുണ്ടല്ലോ, ഇവരിലൊക്കെ കോമൺ ആയിട്ട് സീരിയസ് ആയിട്ടാ ചോദിക്കണേ? തമാശ തോന്നിയ എനിക്ക് അങ്ങനെ വലിയ വലിയ പ്രതിഭകള് കോമൺ ആയിട്ട് എന്താ തോന്നിയിട്ടുള്ളത്? ഇവര് 3 പേരും ആണുങ്ങളാണല്ലോ, പൊരുട്ടാതി പറഞ്ഞ പുരുഷന്മാർ. ഈ പൂരുട്ടാതിയിലല്ലാതെ പുരുഷന്മാര് ജനിക്കില്ലേ? അത് അങ്ങനെ പണ്ട് പോലും പറഞ്ഞ കേട്ടാ. പോട്ടെ, ക്ഷമിക്കുക. എന്നാ ഭരണിയില് പറഞ്ഞ ഐവി ശശി. അയ്യോ, ശശിയേട്ടൻ ഭരണിയിലാന്ന് സീൻ ചേച്ചി പറഞ്ഞിട്ടില്ലേ? പ്രഭുചണ്ടി ഒരു നർമ്മ കലർന്ന സംസാരവും ആകാര സൗന്ദര്യം അല്ലാതെ മറ്റെന്തൊക്കെ ക്വാളിറ്റീസ്? ക്യാമറ ഉള്ളപ്പോ മാത്രമേ ഉള്ളൂ. അതെയോ? ക്യാമറ ഓഫ് ചെയ്തപ്പോ പറയാം നർമ്മല്ല വർമ്മോണെന്ന്. അയ്യോ, ഞാൻ പറഞ്ഞില്ല. ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് അച്ഛനൊരു കൂൾ ഡാഡാണ്, ബാക്കിയുള്ള പിള്ളേരുടെ അച്ഛന്മാരെ വെച്ചിട്ട് എന്റെ അച്ഛന്മാരെ കൂളാണ്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പിന്നെ ഡാഡി കൂൾ ഞങ്ങൾ എപ്പോഴും പാടാറുണ്ട് ഇങ്ങനെ. PT മീറ്റിംഗിന് അമ്മനെ കൊണ്ടുവിടണോ അച്ഛനെ കൊണ്ടുവിടണോ നല്ലത്? വരൂലേ? പപ്പ വരാറില്ല. PTA മീറ്റിംഗിന് ഞാനാ പോവാ. എനിക്ക് അതിനൊക്കെ വ്യക്തമായ കാരണങ്ങളുണ്ട്. ഒരെണ്ണം പറയോ? ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ PTA മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തും. എനിക്ക് ഇഷ്ടമല്ലാത്ത സംഭവമാണിത്. പ്രോമിക്ക് PTA മീറ്റിംഗ് ഇഷ്ടമല്ല, പഠിക്കണവരും ഇഷ്ടമല്ല. എല്ലാവരും അവരുടെ നല്ല രസമുള്ള ഒരു പാരന്റ്. ഭയങ്കര പഠിത്തം പഠിക്കരുത്. പിള്ളേർ പ്രത്യേകം പറഞ്ഞോ അധികം പഠിക്കരുത്. ഫസ്റ്റ് ഞാൻ ഇവരോട് വരെ പറഞ്ഞല്ലോ, ഫസ്റ്റ് റാങ്ക് പഠിക്കണം, ഫസ്റ്റ് ആവണം, സെക്കൻഡ് ആവണം, 5ൽ വരണം, ഇതൊന്നും ഞാൻ പറയാറില്ല. എന്താ പറയാ? ജയിക്കണം എന്ന് പറയാറുണ്ടോ? അല്ലല്ല, ജയിക്കല്ല, ഒരു ആവറേജ് പോലെ നിൽക്കണം അവർ, അത്രേ ഉള്ളൂ. ഒരു പക്ഷെ അവരൊന്നും അവരെ കേട്ടിട്ടില്ലല്ലോ.
നാച്ചുറൽ. അതെ, ഇതുവരെ അവരത് കേട്ടിട്ടില്ല. ഞാൻ അത്രയും പറഞ്ഞിട്ട് പോലും അവർക്ക് ഇന്നേ വരെ അത് മനസ്സിലായിട്ടില്ല. ലൈക്ക് ഡാഡി ലൈക്ക് Yeah. നമ്മളത് മനസ്സിലാക്കണം. അതെ, അതെ, correct. മത്തൻ കുത്തിയ? മത്തൻ. അതെ അതെ മത്തൻ കുമ്പളം, കുത്തിയാൽ, you know? yes yes cucumbers never germinate. Yeah. Yes yes. അതാ നിങ്ങൾ രണ്ടുപേരും ഞങ്ങളാണ് പോകട്ടെ. അല്ല, ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചല്ലേ യുനോ. അതിന്റെ എല്ലാ ഗുണങ്ങളും നിനക്കുണ്ട്. ഈ ഇത് എന്റെ ഒന്നാം പാൽ എന്തായി? ഒന്നാം പാലല്ല, നമ്മൾ രണ്ടാം പാലിലാണ് വേവിക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒന്നാം പാലും രണ്ടാം പാലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാൻ പറ്റുമോ? 2 സമയത്ത് എടുക്കണതാണ്. ഫസ്റ്റ് എടുക്കണതാണ് ഫസ്റ്റ് ആം പാല്, സെക്കൻഡ് എടുക്കുന്ന സെക്കൻഡ് ആം പാല്. ഓക്കെ, ശരിക്കും അങ്ങനെയല്ലല്ലോ. അല്ല, 2 സമയത്തല്ല. പിന്നെ ഒരു സമയത്താണ് എടുക്കണേ. ഒരു സമയത്ത് തന്നെ എടുക്കണത്. ഇതേ ഒന്നാമത് എടുക്കണതല്ലേ ഒന്നാം പാല്. ഇത് ദൈവമേ, ഇവിടെ പുതിയ പുതിയ കട്ടി കൂടുതൽ. എന്തുകൊണ്ടാ? ആദ്യം തേങ്ങ അരച്ച് ആദ്യം എടുക്കുന്ന പാലാണ് ഒന്നാം പാല്. അതല്ലേ ഫസ്റ്റ് പാലെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആം പാല്. ഇത് പിന്നെ 2 സമയത്ത് എടുക്കണേന്ന് പറഞ്ഞ ഒന്നാം പാലിൽ എടുക്കാണ്ട് രണ്ടാം പാൽ എടുക്കാൻ പറ്റുമോ? ഓ എന്റെ അമ്മേ. അതായത് ഒന്ന് 4:52-നും ഒന്ന് 4:55-നും. രണ്ട് സമയമല്ലേ? ഓ റിയലി? ശരി. The first milk becomes the first milk. The second milk obviously becomes the second milk. Equation is proved. ഇത്രയ്ക്ക് പാചകത്തിൽ പ്രാവീണ്യമുള്ള ഒരാളെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ശാസ്ത്രവും അതുകൊണ്ട് ഞാൻ വീട്ടിൽ ഒരു സാധനവും വെപ്പിക്കാറില്ല. ആ ശരിയാ. എത്ര പേര് അടുക്കള കൂട്ടി വെച്ച് മനസ്സിലാക്കുന്നത്. അയ്യോ, ഈ ചേട്ടൻ മാത്രം മരിക്കണില്ല. കോസ്റ്റ്യൂം സെൻസ് ഒക്കെ ആരുടെയാ? ഞങ്ങക്ക് കോസ്റ്റ്യൂമറൊക്കെ വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇതുവരെ സാധിച്ചിട്ടില്ല. കോസ്റ്റ്യൂമർക്ക് ഒഴിവില്ലാത്തത് കൊണ്ടാണോ നിങ്ങൾക്ക് ഒഴിവില്ലാത്തത്? അയാൾക്ക് കൊടുക്കാനുള്ള കാശില്ലാത്തതുകൊണ്ടാണ്. അല്ല പറ, എവിടുന്നാ അതൊക്കെ? കോസ്റ്റ്യൂംസ് എനിക്കും നിതയ്ക്കും വലിയ തെറ്റില്ലാണ്ടുണ്ട്. നിതയുടെ കാര്യം നന്നായിട്ട് നോക്കും, പിന്നെ നിത എന്റെ കാര്യം നന്നായിട്ട് നോക്കും, പിന്നെ നിത മക്കളുടെ കാര്യം നന്നായിട്ട് നോക്കിക്കോളും. ഇതിപ്പോ ക്രിസ്മസ് ആയതുകൊണ്ട് ഞങ്ങൾ റെഡ് ഇട്ടുന്നുള്ളൂ. ക്രിസ്മസിന്റെ തീം കളർ എന്ന് പറയുന്നത് അവൻ CBSE ആണ്. ഞാൻ പഴയ സ്കൂളിലല്ലേ. പ്രീ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന കാലത്ത് ക്രിസ്മസ് ഫ്രണ്ട് ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ? എന്താ അത് തന്നെ. അതല്ല, ഞാൻ ഈ ഗിഫ്റ്റ് കൊടുത്തതും വാങ്ങിയതാണ്. ഞാൻ ഉദ്ദേശിച്ചേ ക്രിസ്മസ് ഫ്രണ്ടിന് നമ്മള് ഗിഫ്റ്റ് കൊടുത്ത കാര്യല്ലേ? അങ്ങനെ എന്തെങ്കിലും അന്നത്തെ കാലത്ത് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ക്രിസ്മസ് ഫ്രണ്ട് ഉണ്ടോ? അങ്ങനെയൊക്കെ അല്ല, ഗവൺമെന്റ് സ്കൂളിലില്ല, ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലുണ്ട്. ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചേ. ശോഭന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കോതമംഗലം. നിങ്ങള് ക്രിസ്മസ് ഫ്രണ്ട് കൊടുക്കാറുണ്ടോ? ഈ വട്ടം എന്താ കൊടുത്തത്? ഇനി എത്ര സ്കൂളിന്റെ പേര് പറയണം? ഞാൻ ഇനി എത്ര സ്കൂളിന്റെ പേര് പറയണം? അതെന്താ, ഒരുപാട് സ്കൂളിൽ മാറി മാറി? എല്ലാം ഓരോ കൊല്ലം ഓരോ സ്കൂളിലാ. അതെന്തേ അങ്ങനെയാണ്. അല്ലല്ല, നിതയുടെ ഫാദർ, എന്റെ ഫാദർ പോലീസിലായിരുന്നു. ആള് സൂപ്രണ്ട് ഓഫ് പോലീസായിരുന്നു. 6, 7, 8 മാസത്തിൽ കൂടുതൽ ഒരു സ്ഥലത്ത് പുള്ളിനെ ആരും നിർത്താറില്ല. അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു? അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാ കൊല്ലവും ട്രാൻസ്ഫർ ആവും. അപ്പൊ അങ്ങനെ ഞങ്ങള് പാലക്കാട്, എറണാകുളം, തലശ്ശേരി, താമരശ്ശേരി, പയ്യന്നൂര്, കാസർഗോഡ്, കോഴിക്കോട്, ഇവിടെ ഒക്കെ പോയിട്ടുണ്ട്. ചുരങ്ങി ഇങ്ങനെ വരും, ബസ് റൂട്ട് പോലെ. അങ്ങനെ അല്ല, ഒരു ഭയം ഉണ്ടായിരുന്നോ പോലീസുകാരന്റെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ എന്നൊക്കെ ആലോചിക്കുമ്പോ? ഒന്നും ഉണ്ടായില്ല. അപ്പച്ചൻ, ഞാൻ കല്യാണം നിതേനെ കഴിക്കുമ്പോ അപ്പച്ചൻ റിട്ടയർ ആയിരുന്നു. ഓ, അതിന്റെ ഒരു സന്തോഷമുണ്ട്. സന്തോഷം ഉണ്ടായിരുന്നു, സമാധാനമുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര പോലീസാന്ന് അറിഞ്ഞപ്പോഴേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പുള്ളി SP ആയിട്ടൊക്കെ ഇരുന്നപ്പോ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ മരുമോനൊക്കെ ആയിട്ട് ഞാൻ ഒന്ന് വലിച്ചേനെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. എങ്ങനെയായിരുന്നു മറ്റേ അപ്പച്ചൻ SP ആയതോ? അതല്ല, നല്ല സാധനം എനിക്ക് ഇഷ്ടം. ചേച്ചിയുടെ അച്ഛനും എന്താ പറയാ, അച്ഛൻ എന്ന് പറയുമ്പോ അമ്മയുടെ ആംഗളയാ. അപ്പച്ചൻ. ശരി, ചേച്ചിയുടെ ഡാഡി. ഞങ്ങളുടെ ഓ, ഡാഡി അല്ല, അപ്പച്ചൻ. ഓക്കെ, ചേച്ചിയുടെ അപ്പച്ചനും പ്രോമിച്ചേട്ടനും തമ്മിലുള്ള ഫസ്റ്റ് കോൺവെർസേഷൻ ഓർമ്മയുണ്ട്? എന്തായിരുന്നു? ആക്ച്വലി നിത പറഞ്ഞിട്ടുണ്ടല്ലോ, നിതയുടെ ഫാദറാണ് എന്നെ സെലക്ട് ചെയ്തത്. അതെനിക്കറിയാം. അതല്ല ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഫസ്റ്റ് സംസാരം ഇതിനെ പറ്റി എന്തായിരുന്നു ഓർമ്മയുണ്ട്? അച്ഛനും മരുമകനും. മോനെ, നീ എന്റെ മോളെ നന്നായി നോക്കണം എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
നെഞ്ചത്ത് കൈവച്ച് പറ പോലെ. അങ്ങനെയൊന്നും അപ്പച്ചൻ പറയില്ല. അങ്ങനെയൊന്നും പറയുന്ന ആളല്ല. അപ്പച്ചൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു നല്ല അപ്പച്ചനും പ്രോമിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കല്യാണം കഴിഞ്ഞ് 4ാമത്തെ ദിവസം, അത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അതെന്തായിരുന്നു? പ്രോമിക്ക് ഓർമ്മയുണ്ടോ? എന്റെ മോളെ നീ ഒന്ന് കല്യാണം കഴിക്കടാന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് 4ാമത്തെ ദിവസം. അതാണോ സ്പെഷ്യൽ റിക്വസ്റ്റ്? കല്യാണം കഴിഞ്ഞ് 4ാമത്തെ ദിവസം. ഓ എന്റെ പൊന്നോ, ആ കാര്യം നിർത്തിണ്ടാട്ടോ ഇവിടെ. വേണ്ടേ? ഒരു കഥയാണ്. അതായത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു, 4ാമത്തെ ദിവസം നമ്മളെ പെണ്ണിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങളെ അങ്ങ് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഞാൻ നോക്കിയപ്പോ ഞാൻ റൂമിലായിരുന്നു. ഞാൻ റൂമിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് അവിടെ കുറച്ച് ദൂരെ മാറി അപ്പച്ചനും പ്രോമിയും കൂടി ഭയങ്കര സീരിയസ് ആയിട്ടിരുന്ന് സംസാരിക്കുന്നു. കാരണം കല്യാണം കഴിഞ്ഞ് 2-3 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ ഇത്ര സീരിയസ് ആയിട്ടൊരു കാര്യം ഡിസ്കസ് ചെയ്യേണ്ടത് ഇല്ലല്ലോ. അപ്പൊ എനിക്കൊരു പേടി, എന്താണോ. ഞാൻ പെട്ടെന്ന് അങ്ങ് ചെന്നപ്പോ ഇവര് വേറെ എന്തോ ഒരു ടോപ്പിക് ആക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് എന്തോ കുഴപ്പമില്ല. അതായത് ഒരു സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരുന്നവര് പെട്ടെന്ന് ടോപ്പിക്ക് മാറ്റി വേറൊരു സംസാരിക്കുമ്പോ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ലേ. ഇത് കഴിഞ്ഞ് പ്രോമി അവിടുന്ന് നേരെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് പിന്നെയും സംശയമായി. ഞാൻ ബാത്റൂമിന്റെ അവിടെ ചെന്നിട്ട് പ്രോമി എന്താന്ന് ചോദിക്കണം. സംശയം തോന്നാൻ മെയിൻ കാരണം അതാ. കല്യാണം കഴിഞ്ഞ് 4 ദിവസമായിട്ട് ഞാൻ ഇന്നേ ബാത്റൂമിൽ ഇതുവരെ ഞാൻ ബാത്റൂമിൽ കയറി വാലടയ്ക്കാറില്ല. അന്നാണ് ഞാൻ ആദ്യമായിട്ട് വാലടച്ചത്. സംശയം കൂടി. വാതില് കുറ്റിയിട്ടു. സാധാരണ പുള്ളി ബാത്റൂമിൽ കയറുമ്പോ വാതില് കുറ്റിയിടാറില്ല. പുതിയ അസുഖങ്ങൾ ഇന്നേവരെ ഞാൻ പറ്റില്ല. ബാത്റൂമിനപ്പോ വാതിൽ വെക്കാറില്ലേ നിങ്ങള്? എനിക്കതൊന്നും വേണമെന്നില്ല, അതൊക്കെ അന്ധവിശ്വാസമാണ്. അങ്ങനെ പറയരുത്. നമ്മുടെ ബെഡ്റൂമിന്റെ വേറെ ബാത്റൂമുകളുടെ അല്ല, എവിടെയായാലും തുറന്നിടാൻ ശ്രമിക്കാറുണ്ട്. അയ്യേ ചുമ്മാ പറയണ. ഓക്കെ അല്ല, അപ്പൊ വാതിൽ കുറ്റിയിട്ടിട്ട് അകത്തിരിക്കണം. അപ്പൊ ഞാൻ കുറെ പ്രാവശ്യം തട്ടിയിട്ടും തുറക്കണില്ല. അപ്പൊ റോമൻ ഇതാ വെയിറ്റ്, കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ സംശയം കൂടി. കുറച്ചേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പുറത്തേക്ക് ഒരു കടലാസം പിടിച്ചോണ്ട് പുറത്തേക്ക് ഇറങ്ങിയവരാണ്. ഞാൻ ബാത്റൂമിൽ നിന്ന് കടലാസമായിട്ട് ഇറങ്ങിയത് എന്താ? അപ്പൊ പറഞ്ഞു വാതിലടച്ചേന്നു പറഞ്ഞു. അതെ, അപ്പച്ചൻ എന്നോട് വളരെ സീക്രട്ട് ആയിട്ടൊരു കാര്യം പറഞ്ഞു. എന്താ, കല്യാണം കഴിഞ്ഞ് 2-3 ദിവസം 2ാമത്തെ ദിവസമായിട്ടായപ്പോ എന്റെ വീട്ടിലേക്ക് ഒരു കത്ത് വന്നേക്കുന്നു. പ്രോമിക്ക് ബാംഗ്ലൂർ ഒരു ഭാര്യയും കൊച്ചുണ്ട്. ഞാൻ അപ്പച്ചനോട് സിമ്പിൾ ആയിട്ട് പറഞ്ഞു. അപ്പൊ അപ്പച്ചനൊരു കാര്യം ഉറപ്പായല്ലോ. ഞാൻ കഴിവ് തെളിയിച്ചിട്ട് അപ്പച്ചൻ ഗുഡ് മോർണിംഗ്, നല്ല കാര്യം. നീ അപ്പൊ ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറഞ്ഞു? അപ്പച്ച അങ്ങനെയൊന്നുമില്ല. എനിക്ക് ആ ലെറ്റർ വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി അതൊരു അല്ല. എന്റെ അടുത്ത് അല്ല, ആക്ച്വലി അപ്പച്ചൻ വളരെ സീക്രട്ട് ആയിട്ട് പ്രോമീനെ മാത്രം വിളിച്ചുകൊണ്ടെന്ന് പറഞ്ഞു. എന്തിനാന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യും കേട്ടിട്ടില്ല ഇവരോട്. അതൊരു സംഭവമായിരുന്നു കേട്ടോ. ഞാൻ പേടിച്ചു പോയി. ഇനി ഈവൻ പ്രോമി ആണെങ്കിലും ഭയങ്കര പേടിച്ച് അപ്പച്ചൻ എന്റെ അടുത്ത് പറയരുന്ന് പറഞ്ഞ പ്രോമിന്റെ അടുത്ത് പറയുന്നത്. അതുകൊണ്ടാണ് പുള്ളി സീക്രട്ട് ആയിട്ട് ബാത്റൂമിൽ പോയിരുന്ന് കത്തൊക്കെ വായിച്ചത്. എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോ ഞാൻ ആ കത്ത് വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇത് ചുമ്മാ എന്തോ ഒരു കുക്ക്ഡ് സ്റ്റോറിയാണ്. ഞാനത് വളരെ ലൈറ്റ് ആയിട്ട് എടുത്തത്. അത് കണ്ടപ്പോ പ്രോമിക്ക് സമാധാനമായി. അപ്പച്ചൻ പേടിച്ചു, എന്നോട് പറഞ്ഞാൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് പ്രോമിയോട് പറയരുതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പ്രോമി എന്റെ അടുത്ത് അപ്പൊ തന്നെ പറഞ്ഞു. പക്ഷെ സംഭവത്തിൽ ഒരു ആരോ ഒരുത്തൻ ലെറ്റർ എഴുതി അയച്ചു, ഒരു വെല്ലിക്കോട്ട ലെറ്റർ എഴുതി. അപ്പൊ എനിക്കത് വായിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അവന് നേരെ മലയാളം എഴുതാൻ പോലും അറിഞ്ഞു. നമ്മളുടെ മോളെ നീ മറന്നോടാ, നീ പോലീസുകാരന്റെ മോളെ കെട്ടിയപ്പോ നീ കെട്ടിയോടാ എന്നൊക്കെ ചോദിക്കാണ് അതിനകത്ത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്റെ പൊന്നെ ഇങ്ങനെ ഒരു മോളുണ്ടായി എനിക്ക്. അങ്ങനെ ഒരു സ്റ്റോറി. പക്ഷെ പിന്നീട് ഞങ്ങൾ ആ കത്ത് അയച്ച ആളെ കണ്ടു മനസ്സിലായി ഞങ്ങൾക്ക് ആരയച്ചെന്ന്. അതൊക്കെ ഒരു ചില ആൾക്കാർക്ക് അങ്ങനത്തെ ചില അസുഖങ്ങളുണ്ട്. കുരുത്തം കൊണ്ട് എനിക്ക് തോന്നുന്നു 3-4 ദിവസം ആയുള്ളൂ നിനക്ക് മനസ്സിലായി അതൊക്കെ നുണയാന്നുള്ളത്. അതെന്താന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞം. ഇത് നടപടിയില്ലാത്ത കാര്യമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായതുകൊണ്ട് എന്റെ ജീവിതം ശാന്തവും സമാധാനവുമായി മുന്നോട്ട് പോയി. അല്ലെങ്കിൽ മറ്റേ ബാലേട്ടന്റെ മൂകാംബികയ്ക്ക് രഹസ്യങ്ങളൊന്നും ഉള്ളിൽ വെക്കാൻ കഴിയില്ലാത്തൊരു പറയാൻ പറയും. പ്രോമി അങ്ങനെ ഭയങ്കരമായിട്ട് രഹസ്യം സൂക്ഷിക്കുന്ന ഒരാളായിട്ട് എനിക്ക് ഒട്ടും തോന്നിയിട്ടില്ല. താറാവിന് ലെഗ് ഉണ്ടാവില്ലേ? താറാവിന് ലെഗില്ലേ? ലെഗുണ്ടല്ലോ.
വാട്ട് യു മീൻ റോണ്? അത് മോനെ അത് ഓരോരുത്തർ കട്ട് ചെയ്യുമ്പോ ഓക്കെ. ആ രഹസ്യങ്ങൾ. പ്രോമി അങ്ങനെ ഭയങ്കര രഹസ്യം സൂക്ഷിക്കുന്ന ആളല്ല. എന്നാണ് നിതയുടെ വിചാരം? എന്റെ ഒരു സൈഡ് ഇവിടെ മാറ്റി വെച്ചേക്കാണ് ഞാൻ. ഒരു ലോഡ് കഥകളുണ്ട്. ഞാനും എന്നോടൊരാള് വേറൊരാളോട് പറയരുത് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ ഞാനത് ആരോടും പറയില്ല. അതെൻ്റെ ഒരു സ്വഭാവമാണ്. അത് ഞാൻ പറയാറില്ല. എന്നോടും പിന്നെ പിള്ളേരോടും പിന്നെ നിതയുടെ അപ്പച്ചനോടും അമ്മോടും മാത്രമേ പറയുള്ളൂ. ഞാനത് ആരോടും പറയില്ലാന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ 9 പേരുണ്ട്, അവരോട് പറയും, എന്റെ അപ്പച്ചനും അമ്മോടും പറയും. അങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള. ഇല്ല, ഞാൻ പറയാറില്ല. സ്ക്രോളായി വന്നോളൂ. അതൊക്കെ ചുമ്മാ പറയണതാ. ഞാൻ പറയാറില്ല, ഞാൻ പറയില്ല. ഇവർ രണ്ടുപേരും പ്രണയ വിവാഹം കഴിക്കുന്നതിന് എന്താ അഭിപ്രായം? അവര് കഴിച്ചോട്ടെ, അവര് പൊക്കോട്ടെ. അല്ല, അവർക്കുടെ കാര്യങ്ങളൊക്കെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഫ്രീഡം. അവര് തീരുമാനിക്കുക, അവർക്ക് പോവാം. അപ്പൊ നമ്മുടെ താറാവ് ഏകദേശം ആവാനുള്ള സമയമായിട്ടുണ്ട്. തുറക്കട്ടെ? തുറക്കാൻ വേണോ? റെഡി, 1 2 3 സ്റ്റാർട്ട്. നോക്കിയേ, താറാവിന്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് അല്ലേ, കണ്ടോ? അതെ അതെ. ഇനി നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഞാൻ എല്ലാ ആദരവോടും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒഴിച്ചാ മതി. ഈ 1-ാം പാൽ ഇങ്ങനെ മേളിന്ന് വെച്ചാൽ തെറിച്ചു തോന്നിയാ ദൈവത്തോടെ താഴത്തേക്ക് ഒഴിക്കണ്ടോ? റിച്ചാർഡ്, you have done a great job, man. എന്റെ കൈകൾ കൊണ്ട് ഇങ്ങനെ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളൊക്കെ പിന്നെ കാലുകൊണ്ടാണല്ലോ പാലിപ്പിച്ചത്. ശരിയായി നോട്ടെ. ക്രോമി, ഉപ്പ് നോക്കാനായിട്ട് ഉപ്പുണ്ടോ നോക്കാമോ? സ്റ്റൈലായിട്ടില്ലേ പ്രസന്റേഷൻ? അല്ല, പ്രസന്റേഷനെ പറ്റി പറയായിരുന്നു ഞാന്. കൈ കാണിക്ക്. എന്റെയാ? ആ, ഉപ്പ് നോക്കൂ. കുറച്ച് ടേസ്റ്റ് നോക്കണ്ടോ? കുറച്ച് ടേസ്റ്റ് നോക്കാം. പുള്ളിക്ക് കൊടുക്ക്. വെരി ഗുഡ്. എന്റെ കയ്യിൽ ഒഴിക്കണം, എന്നിട്ട് ഇങ്ങനെ അങ്ങനെ നോക്ക്. റെഡി? ശരിയായി നോക്കൂ. അതല്ല, കുഴപ്പമില്ല. കുഴപ്പമില്ലാന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല എക്സ്പ്രഷൻ കണ്ടിട്ട്. ഇനി ശരിക്കുള്ള ഇതിങ്ങനെ കഴിച്ചിട്ട് അതെ. അല്ല, മറ്റേ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. ഉപ്പ് കറക്റ്റ് ആയോ? കുക്കറി ഷോട്ട് സീരിയൽ സാധനം ഞാനല്ലേ ഇടുന്നത്. സോറി. നമുക്ക് അപ്പം ഉണ്ടാക്കാം. അയ്യോ, ഓക്കെ. 1-ാം പാല് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ തള വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്തോ കേട്ടോ. നിതയുടെ ഒരു തള കണ്ടാൽ കൊള്ള കണ്ടാൽ അത് മതി. അല്ല, നിതയുടെ തളിമ്പടിയല്ല, താറാവിന്റെ. അപ്പൊ പിന്നെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലേക്ക് ഇടാം. അതൊക്കെ നമ്മുടെ ഓരോരോ ഇഷ്ടങ്ങളനുസരിച്ച്. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് അണ്ടിപ്പരിപ്പ്, മുന്തിരി, പ്ലം കേക്ക്, അത് വേണ്ട. കേക്ക് മേടിച്ചില്ലല്ലോ. കുറച്ച് ബാറ്ററി, ഇന്തുപ്പ് ഒക്കെ ഇട്ട് കുറച്ച് വലിയ കുക്കർ വേണം. വലിയ കുക്കർ വേണം. ചെറിയൊരു പൈപ്പ് വന്നാൽ നമുക്ക് കുടിൽ വ്യവസായ സെറ്റപ്പില് അങ്ങനെ. അതൊന്നും ഇതൊക്കെ താല്പര്യമില്ല. അപ്പൊ നമ്മുടെ താറാവ് കറി റെഡിയാണ്. അപ്പൊ ഇനി അടുത്ത് നമുക്ക് അപ്പം ഉണ്ടാക്കിയാലോ? അതെ, മൊരിഞ്ഞ കിരികിര. കാരണം ഇത് എന്തെങ്കിലും കൂട്ടി കഴിക്കാൻ വേണ്ടേ? സോനിത, ഞാൻ വേണമെങ്കിൽ ഇത് ഇവിടുന്ന് മാറ്റി വെക്കാം, സൗകര്യമായിട്ട്. വലിയൊരു മനസ്സാണത്. നമ്മളിത് എപ്പോഴും സൂക്ഷിച്ച് ചെയ്യണം. 2 കൈ കൂടെ ഇങ്ങനെ പിടിക്കുക, ജസ്റ്റ് ഇതിങ്ങനെ ലിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ മാറ്റി വെക്കണം. ഒളിമ്പിക്സിനൊക്കെ പങ്കെടുത്തിട്ട് പവർ ലിഫ്റ്റിംഗ്. ഞങ്ങള് എന്റെ ഡാഡി മമ്മി എല്ലാവരും ഒളിമ്പ്യൻസ് ആണ്. ചേട്ടനടുത്ത് പൊക്കി എറിഞ്ഞിട്ടായിരിക്കും. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം. അപ്പത്തിന്റെ മാവ് നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം എങ്ങനെ ഉണ്ടാക്കണേന്നൊക്കെ. നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും അറിയാം. പ്രത്യേകം പറയണോ? വേണ്ട, അറിയോ? പിന്നെ എങ്ങനെയാ ഒന്ന് പറഞ്ഞേ. കാർ എടുക്ക, സൂപ്പർ മാർക്കറ്റിൽ പോവാ, അത്രയും പോണ്ട. ഇൻസ്റ്റാമാർട്ടിൽ പെട്ടെന്ന് വരും. നമ്മള് അപ്പം കറക്കാൻ വേണ്ടിട്ട് വൈബ് തന്തയും
യൂട്യൂബ് സെലിബ്രിറ്റിയും ഒക്കെ ആയ സർവശ്രീ. അപ്പൊ സിനിമയുടെ സോറി സിനിമാ നടൻ, ഫിലിം സ്റ്റാർ, അങ്കമാലിയുടെ രോമാഞ്ചം കഞ്ചുകം. അങ്കമാലിയുടെ രോമാഞ്ച കഞ്ചുകവും യൂട്യൂബ് സ്റ്റാർ വൈബ് തന്തയായിട്ടുള്ള പ്രോമി അവറുകളെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വെള്ളപ്പം കറക്കാൻ വരിക. ഇതൊക്കെ എപ്പാ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അവരോട് മ്യൂസിക് ഇട്ടടാ. എനിക്ക് അല്ല ഇതിങ്ങനെ ഇളക്കാൻ ചട്ടി ചൂടാവണം. കറക്കേണ്ടത് മാവാണ്, നിതയല്ല. അയ്യോ, ചട്ടി ചൂടാവണം. ഇളക്കിയത് മതി. ഇളക്കിയത് മതി. ഓക്കെ, മതി. ചൂടായി നോക്കട്ടെ. ആ, അതെങ്ങനെ ചൂടായിരുന്നു? കോപ്പിറൈറ്റ് പ്രശ്നമില്ലാത്ത ഇംഗ്ലീഷ് പാട്ടുകളൊന്നുമില്ലേ? ആ, അങ്ങനെ. ഓക്കെ, മറ്റെന്തെങ്കിലും ഇല്ല. എല്ലാ പാട്ടിലും അവരുടേതായ ആർട്ടിസ്റ്റ് ഉണ്ട്. ഒരു നല്ല ക്രിസ്മസ് സോങ് ഇട്ടൂടെ അറ്റ്ലീസ്റ്റ് മമ്മിയുടെ താറാവ് കറിക്ക്. നമുക്ക് പാടാം. നിങ്ങൾ തന്നെ പാടിയാ മതി. ഒരു പാട്ട് പാടാമോ? റോണിത്തുറിച്ചാടും. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബെത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, മണ്ണിലും വിണ്ണിലും മന്ദാസം പെയ്യും മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, ദൈവം പിറക്കുന്നു മനുഷ്യനായി ബെത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. നീ മറ്റേ സാധനോട് ഞാൻ യേശുദേവ് അറിഞ്ഞാണ്ടല്ലോ. ബാക്കി പാട്. ഞാൻ അപ്പൊ ഒഴിച്ചു. അല്ല, അതാണ് കറക്കൂ. കാരണേ അപ്പത്തിന് ചൂട് കൂടി കഴിഞ്ഞാൽ അപ്പ ശരിയാവില്ല. ഇന്നത്തെ കറക്ക് ഇവിടെ തന്നെ. കർക്കൽ വീരൻ കുഞ്ചൻ നമ്പ്യാർ. നമ്മൾ റോമിയെ കറക്കാൻ വിളിച്ചതാണ് ഗൈസ്. പക്ഷെ ഹായ്, കറക്കില്ല. കറക്കിയില്ല. കറക്ക മാട്ടെ. പശുവിനെ നല്ല കറക്കണം. ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ ചേച്ചിയുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കും? ഏറ്റവും ഇഷ്ടം വീട്ടില് കുറേ നേരം വെറുതെ ഇരിക്കാന്നുള്ളതാണ്. ഇവരെപ്പോഴും ഇതുപോലെ ഇങ്ങനെ ഇരിക്കണ്ടാവില്ലേ? ഇവര് ഒരാള് ഹോസ്റ്റലിലാണ്. റിച്ചാർഡ് രാവിലെ ക്ലാസ്സിൽ പോവും, പ്രോമി രാവിലെ തന്നെ കടയിൽ പോവും, ഞാനിവിടെ വീട്ടിലുണ്ടാവും. ഓക്കെ. ഷൂട്ടിംഗ് ഉണ്ടെങ്കിലോ? ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ അപ്പൊ ഇവരുടെ ഫുഡും ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുക? അതുപോലെ ടാസ്ക് അല്ലേ? ഭയങ്കര ടാസ്കാ. ഇപ്പോൾ 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ പോകുന്നെങ്കിൽ ഞാൻ എല്ലാ ഫുഡും ഉണ്ടാക്കി വെച്ചിട്ട് പോകും ഫ്രിഡ്ജിൽ. ഇനി ഇവിടെ നമ്മുടെ വീട്ടിലാരെങ്കിലും ലൈക്ക് നമ്മുടെ മെയ്ഡ് ആരെങ്കിലും കുക്ക് ചെയ്യാനുണ്ടെങ്കിൽ പുള്ളിക്കാരത്തി മാനേജ് ചെയ്തോളും. ഇല്ലെങ്കിൽ ഞാൻ ഫുഡ് റെഡിയാക്കി വെച്ചിട്ട് പോകണം. ഹോട്ടലിൽ നിന്ന് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ 1 ദിവസമൊക്കെ കഴിക്കാന്നുള്ളതേ ഉള്ളൂ. 2 ദിവസം 3 ദിവസത്തിൽ കൂടുതലൊന്നും അവർക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് അത്ര താല്പര്യമില്ല. പിന്നെ ഞങ്ങള് അഡ്ജസ്റ്റ് ചെയ്യൂലേ. ഞങ്ങള് ജീവിക്കും. കഷ്ടകളും ശരീരവും അർപ്പിച്ച് അങ്ങനെ യാത്രയല്ലേ. അത് തന്നെ. അതെ അതെ അതെ. ഞങ്ങൾക്ക് എല്ലാം മമ്മിയുടെ സന്തോഷമാണ്. അപ്പം ഉണ്ടാക്കുന്നുണ്ടോ? കറക്ക് കറക്ക്. ഇപ്പൊ ഒരെണ്ണം കറക്കി, അടുത്ത് കറക്കാട്ടാ. കഴിഞ്ഞു അതിനകത്ത് അപ്പം കിടക്കാല്ലേ. ഇനി അത് ആയിട്ടാവാം കറക്കാൻ. അതാവട്ടെ. ചിലപ്പോ പെർഫെക്റ്റ് ആവില്ല കേട്ടോ. ആ വട്ടം അതാവണം. അയ്യോ, ടാസ്ക് ആണല്ലോ. ശ്രമിച്ചാ നടക്കും. അടുത്ത സിനിമയിൽ അപ്പക്കാരനായിട്ട് അഭിനയിക്കണമെങ്കിൽ മതി. ഇവര് രണ്ടുപേരെയും പരമാവധി നമ്മള് വീട്ടില് ലൈക്ക് ഇപ്പൊ കുക്ക് ചെയ്യുമ്പോഴായാലും ഞാൻ എന്തെങ്കിലും ചെറിയ 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 കാര്യങ്ങളൊക്കെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ലൈക്ക് അവരുടെ ഡ്രസ്സ് അവർ തന്നെ വാഷിംഗ് മെഷീനിൽ അലക്കാനിടണം, അത് മടക്കി അവരുടെ അൽമാരിൽ അവർ തന്നെ കയറ്റണം. അങ്ങനെ അവരുടെ ബെഡ് അവർ ക്ലീനാക്കി വെക്കുക, അവരുടെ ബാത്റൂം അവർ നീറ്റാക്കി വെക്കുക. ഇതൊക്കെ അവരുടെ തന്നെ ഡ്യൂട്ടികളാണ്. അല്ല റോണത്ത് കുക്ക് ചെയ്യും.
റോണിത്ത് അത്യാവശ്യം കുക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ ദോശ ഉണ്ടാക്കല് അങ്ങനത്തെ പരിപാടികളൊക്കെ. ആ അവന്റെ ഏറ്റവും വിനോദം എന്ന് പറഞ്ഞാല് ഈ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളത്. അതില് പുള്ളി കുറെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതെ, ഈ അടുത്ത് വിജയിച്ചൊരു സാധനം പറയാമോ? കാരമൽ നീ എന്താണ് സാധനം എടുത്ത് മൈക്രോവേവിൽ വെച്ചൂലോ? കേക്ക് ഉണ്ടാക്കിയത്. ചോക്ലേറ്റ് മേടിച്ച് പാളിപ്പോയതെന്താ? ചാടിയല്ലേ 10-12 അതെ. അപ്പൊ റിച്ചാർഡ് അടുത്ത പറക്കാൻ വേണ്ടി കുറച്ച് ഓ അതൊക്കെ അറിയാട്ടാ. വിചാരിച്ച പോലെയല്ല. ഗുഡ്. റിച്ചാർഡ് പോട്ടെ. സ്പീഡിൽ കറക്കണം. അവിടെ വരെ എത്തട്ടെ. ഓ സക്സസ്ഫുള്ളി. മതി ഇനി താഴെടല്ലേ. ദൈവമേ, സ്റ്റൗ താഴെയും അവന്റെ അപ്പരിക്കണത് ഇവിടെയാണ്. ഗുഡ് റിച്ചാർഡ്, അടിപൊളി. താങ്ക് യു. അറിയാം, വലുതാവും വലിയൊരു അപ്പക്കാരനായി മാറുമല്ലേ. അങ്ങനെ നീ അപ്പക്കാരനായതിൽ അഭിമാനിക്കാം. നമുക്ക് കഴിച്ചു നോക്കിയേ. അടിപൊളിയല്ലേ? പിന്നെ വരെ എനിക്ക് വായിൽ വെച്ച് തന്നിട്ടില്ല. അയ്യടാ കുഴപ്പമില്ലല്ലേ? തന്നിട്ടാണ് ബാബു പറയണേ. ഓ അതിനേക്കാളും വലിയ ബാബു. അതങ്ങനെ ഒരു വാവ് ഫാമിലി. പോരട്ടെ ഇത് തിന്നു കഴിഞ്ഞിട്ട് ഡൈജസ്റ്റ് ആയിട്ടാണോ പറയുള്ളൂ? അടുത്ത എപ്പിസോഡ് അടുത്ത റിച്ചുവിന് എനിക്കും വേണം. നീ ഇത് ഉണ്ടെന്ന് വിചാരിച്ചാ മതി. ഇവര് നല്ല ഭാവിയുണ്ട് കേട്ടോ നടനാവാൻ. ഈ വിരാട് കോഹ്ലിയും അനുഷ്കയും കല്യാണം കഴിഞ്ഞപ്പോ ഈ വിരുഷ്ക എന്നൊക്കെ അവരുടെ ഇതിട്ടല്ലോ. അതുപോലെ രൺബീർ കപൂറും ദീപിക പദുക്കോണും കല്യാണം കഴിച്ചപ്പോ രൺദി എന്നൊക്കെ ഇട്ടല്ലോ. അതുപോലെ നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും? എന്റെ പേരിന്റെ തുടക്കവും നിതയുടെ പേരിന്റെ അവസാനവും. ഞാൻ ഇവന് പ്രധാന പേര് റോണത്തിലുണ്ടോന്ന് നോക്കിയേ. ഇപ്പൊ പറഞ്ഞ സാധനം റോണത്തിലുണ്ട്. പ്രോമിയുടെ ആറോയും നിതയുടെ നിത്തും, അങ്ങനെയാണ് റോണിത്ത് എന്ന പേര് വന്നത്. അപ്പൊ റിച്ചാർഡോ? അതിൽ അവന് ഞാൻ പ്രധാനം ഇടാൻ വെച്ചിരുന്നു. അതില്ല എന്ന് പറയാം. എന്നറിയപ്പെട്ടെ റിച്ചാർഡ്. അല്ല, ഞങ്ങള് റിച്ചാർഡിന് അതില്ലാന്ന് പറയുന്നില്ല. ഞങ്ങള് റോണിത്തിന് ഞങ്ങളുടെ പേരിൽ നിന്ന് തന്നെ പേരുണ്ടാക്കിയപ്പോ റിച്ചാർഡിന് അതുപോലെ തന്നെ ഒരു പേര് ഞങ്ങൾ സെറ്റ് ചെയ്തു. അതായത് ഞങ്ങളുടെ പേരിൽ അക്ഷരങ്ങൾ വെച്ചിട്ട് രോഹൻ എന്നാണ് പേരിട്ടത്. അതായത് RO എൻ്റെ HAN രോഹൻ. അവന ശരിക്കും ആദ്യം പേരിട്ടത് രോഹൻ എന്നാണ്. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചുണ്ടായി കഴിഞ്ഞ ഒരു 2-3-4 ദിവസം കഴിഞ്ഞപ്പോ കൊച്ചിനെല്ലാരും രോഹ എന്ന് വിളിക്കുമ്പോ എന്തോ രോഗ എന്ന് പറയണ പോലത്തെ ഒരു ഫീലിംഗ് ഞങ്ങൾക്ക്. ഉടനെ ഞങ്ങള് പേര് മാറ്റി റിച്ചാർഡാക്കി. അങ്ങനെയാണ് കഥ വന്നത്. ഒരുപാട് കഥകൾ സമയം വേണമെന്നുള്ളൂ. അതെ. അപ്പവും താറാവ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൽ അപ്പമാണ് എന്റെ കയ്യിലിരിക്കുന്നത്. നല്ല പുക പറക്കുന്ന, ആവി പറക്കുന്ന. അതെ, ഇത് ആർട്ടിന്റെ പുകയല്ല, ശരിക്കുള്ള പുകയാണ്. അപ്പോ ഈ പുകയുള്ള ഈ ആവി പറക്കുന്ന അപ്പവും അതുപോലെ തന്നെ നമ്മുടെ താറാവ് കറിയും നമ്മുടെ ഉടനെ നമ്മുടെ ഡൈനിങ് ഹാളിൽ കഴിക്കുന്നതായിരിക്കും. അതിന് നമ്മുടെ നിത പ്രോമി ദമ്പതിമാരും അവരുടെ മക്കളും പിന്നെ നമ്മുടെ ടീമും ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡൈനിങ് ഹാളിൽ വെച്ച് കണ്ടുമുട്ടാം. അപ്പോൾ നമ്മൾ ഒരു 1.5 മണിക്കൂർ എടുത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മൾ 5 പേരും കൂടി ഉണ്ടാക്കിയ താറാവ് കറിയും പിന്നെ അപ്പവും നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ്. ശരി, ഞങ്ങളുടെ വീട്ടിൽ വന്ന വിഷ്ണു അതിഥി ദേവോ ഭവ. അതെ, ഞങ്ങൾ വിളമ്പി തരട്ടെ. വിഷ്ണു എടുക്കാം. അപ്പം താറാവ് കറി എടുത്ത് വിഷ്ണു എല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് ഞാൻ കണ്ടിരുന്നല്ലോ ലൈവായിട്ട്. അത് ഞാൻ മറന്നുപോയി. അതെ. അപ്പം കൊടുത്തേനി.
ഇനി അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും ഇനി പപ്പ നിതയ്ക്ക് ആദ്യം കൊടുക്കട്ടെ. നിത ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അപ്പമാണ്. നിത കഴിച്ചു നോക്കണേ. ഓക്കെ, താങ്ക് യു. ഇനി റോണത്തിന് 2 റിച്ചാർഡിന് 16. അയ്യോ അത് തെറ്റിപ്പോയതാ. അത് അവൻ്റെ അത് സാധാരണ ഇത് വെച്ച് പറഞ്ഞതാ. ഇനി റിച്ചാർഡ് കറി വിളമ്പ്. ആ പുള്ളിക്ക് വിഷ്ണുവിന് കൊടുത്തില്ലേ? നിങ്ങൾ സാധാരണഗതിയിൽ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ മാറി മാറിയിട്ടാണോ? ഒരാള് ചോറ് വിളമ്പോ മറ്റാൾ കറി വിളമ്പോ അങ്ങനെ? ഞങ്ങൾ എല്ലാവരും എല്ലാം ചെയ്യണം. ഓ, അതാണ് നിതയുടെ നിയമം. ആ, സോ ഈ ക്രിസ്മസ് വിഷ്ണുവിന്റെ കൂടെ ചേർന്ന് ഞങ്ങൾക്ക് ആഘോഷിക്കാൻ വിഷ്ണു സാധിച്ചു. കഴിച്ചു നോക്കിയോ? അല്ല നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കാന്ന് വിചാരിച്ചു. വെയിറ്റ് ചെയ്തിട്ടാ. അതെ അതെ. ഞാൻ പക്ഷെ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ വിഷ്ണു. എന്ത്? ഈ ക്രിസ്മസ് വിഷ്ണു ഞാനത് നേരത്തെ എക്സ്പെക്ട് ചെയ്തിരുന്നു. ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റുമെന്ന്. അതെ അതെ. റിയലി റിയലി റിയലി. സോ ചിയേഴ്സ്. ചിയേഴ്സ്. നിത താങ്ക് യു സോ മച്ച്. ചിയേഴ്സ് അല്ലേ പറയണത്? ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. സോറി, സാധനം മാറിപ്പോയി. എങ്ങനെയുണ്ടെന്ന് വിഷ്ണു അഭിപ്രായം പറയും. ഞാൻ പറയാം ഇതിന്റെ. കൊള്ളാട്ടോ. ഗുഡ്. ഇനിയെങ്കിലും നിതയ്ക്ക് തന്നൂടെ? ഞാനാ ചോദിച്ചത്. കൊടുക്കുമാരട്ടാ എന്ന ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഈ ഒരു കുമാരേട്ടാ. പൊന്നെ മറ്റേ സാധനമാണോ? അവസാനം ഭക്ഷണത്തിന്റെ കാര്യം ഭക്ഷണത്തിന്റെ കാര്യമാണോ? ഓക്കെ, കം ടു ദി പോയിന്റ്. വിഷ്ണു എങ്ങനെയുണ്ട് ഭക്ഷണം? ക്രിസ്പിയാണ്, യമ്മിയാണ്, നല്ലതാണ്. അല്ല ശരിക്കും ശരിക്കും നല്ല. അല്ല ഇത് മറ്റേ കർമുറയുടെ കാര്യമല്ലല്ലോ ചോദിച്ച, ഭക്ഷണം താറാവേറിയുടെ കാര്യം. നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതാണ് ഞാൻ ഇതേനെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചതിലും അടുക്കള വരെ ക്ഷണിച്ചതിലും നിങ്ങളുടെ ലൈവ് കുക്കിങ്ങിൻ്റെ ഭാഗമാക്കിയതിലും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ ഈ ഒരു കൂൾ ഫാമിലി വൈബ് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. ഓക്കെ, അതെന്നും യൂട്യൂബുകാർക്ക് ഒരു അന്തസ്സും റവന്യൂ ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും വളരെ നിഷ്കളങ്കനായ വിഷ്ണു ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയും ഞങ്ങളോട് ഇത്ര നേരം സമ്പാദിക്കുകയും ഞങ്ങളോടൊപ്പം ഒരു ക്രിസ്മസ് ഡിന്നർ കഴിക്കുകയും ചെയ്തതിന് ഒരുപാട് നന്ദി. ഓണത്തിന് തന്നെ വിഷ്ണു ചേട്ടനെ പറ്റി എന്താ പറയാനുള്ള? ഇച്ചിരി പൊക്കി പറഞ്ഞേ. വിഷ്ണു ചേട്ടൻ സൂപ്പറാണ്, കൂളാണ്, സുന്ദരനാണ്, ഊട്ടിയിൽ സബർജില്ലത്തോട്ട് കൂടി അല്ല എന്നാ റിച്ചാർഡ് പറയട്ടെ. റിച്ചാർഡ് അയ്യോ ഞാൻ അവനായിട്ട് പറയാണ്ടിരിക്കണ കമോൺ. അതെ, ചേട്ടന്റെ തമാശകൾ വേറെ ഇല്ലേ? അപ്പോൾ ഇനി അടുത്ത ക്രിസ്മസിന്, അടുത്ത ഓണത്തിന്, അടുത്ത വിഷുവിനൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം. അത് വേണോ? അന്ന് ഞങ്ങൾ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഓണസദ്യ കഴിക്കാൻ എന്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല, മൂവി വേൾഡ് മീഡിയയുടെ ഓഫീസിലേക്ക് വരേണ്ടതായിരിക്കും. നിങ്ങളവിടെ ഞങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ കൂടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്ത ടൈം വാസ് ഗുഡ്. താങ്ക് യു. അപ്പൊ മൂവി വേൾഡിന്റെ പ്രേക്ഷകർക്കും എല്ലാവർക്കും എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.